UGC കരട് റെഗുലേഷനെതിരെ ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ ഇന്ന് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ കൺവെൻഷനിൽ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറും സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറും പങ്കെടുക്കുന്നില്ല. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. UGCയുടെ നടപടിക്രമങ്ങളും കാര്യങ്ങളും മാറി മറിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എക്സ്ചേൻ. ഇന്ന് UGCയുടെ കരട് മാനദണ്ഡങ്ങൾക്കെതിരെ ഇന്ന് കൺവെൻഷൻ നടത്താൻ നേരത്തെ തന്നെ സർക്കാർ തീരുമാനിച്ചിരുന്നു. പ്രതിപക്ഷവുമായി സഹകരിച്ചാണ് ഇന്നത്തെ കൺവെൻഷൻ. കൂടാതെ ഇതുമായി സഹകരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരെയും എല്ലാവരെയും സഹകരിപ്പിക്കുമെന്നും അറിയിച്ചിരുന്നു. അതേസമയം ഇതിനിടെ ഇന്നലെ ഗവർണർ ഇതിലൊരു ഉടക്കിട്ടിരുന്നു. കാരണം ഈ UGC റെഗുലേഷനെതിരെ കൺവെൻഷൻ എന്നുള്ള രീതി ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ ദിവസം തന്നെ ഒടുവിൽ മുഖ്യമന്ത്രി അത് അംഗീകരിച്ചു. എതിരെ എന്നുള്ളത് കൺവെൻഷൻ ഓൺ, അതായത് ഈ UGC റെഗുലേഷനെ കുറിച്ചുള്ള കൺവെൻഷൻ എന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൂടാതെ ഈ വൈസ് ചാൻസലർമാരെയും യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ഉദ്യോഗസ്ഥരെയും അടക്കം നിർബന്ധിച്ച് ഈ കൺവെൻഷനിലേക്ക് പങ്കെടുപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ അതൊഴിവാക്കണമെന്നും ഗവർണർ നിർദ്ദേശിച്ചു. ഒടുവിൽ അതും ഒഴിവാക്കിക്കൊണ്ട് ഇന്നലെ സർക്കാർ ഉത്തരവിറക്കി. എന്തായാലും ഇന്ന് 10:00 കൺവെൻഷൻ ആരംഭിക്കും. മുഖ്യമന്ത്രി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദുവാണ് അധ്യക്ഷത വഹിക്കുക. എന്തായാലും പ്രതിപക്ഷ നേതാവും കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. 3 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. തെലങ്കാന, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരാണ് പങ്കെടുക്കുന്നത്. കൂടാതെ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷവും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. അതേസമയം സംസ്ഥാനത്തു നിന്നുള്ള 2 യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള VC-മാർ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതും സുപ്രധാനമാണ്. കേരള യൂണിവേഴ്സിറ്റിയും ആരോഗ്യ സർവകലാശാലയുടെയും ചുമതലയുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഇന്നത്തെ കൺവെൻഷനിൽ പങ്കെടുക്കില്ല. അതുകൂടാതെ സാങ്കേതിക സർവകലാശാല VC-ആയ ശിവപ്രസാദും ഇന്നത്തെ യോഗത്തിൽ കൺവെൻഷനിൽ പങ്കെടുക്കില്ല. അവർ നേരത്തെ തന്നെ അവരെ നിയമിച്ചത് മുൻ ഗവർണറാണ്. സ്വാഭാവികമായി അവരുടെ രാഷ്ട്രീയമെല്ലാം ആ രീതിയിൽ ആണ്. അവർ പല ഘട്ടത്തിലും, കാരണം ഇന്നലെ ഈ കൺവെൻഷനെതിരെ ഗവർണർക്ക് കത്തയച്ചതും കേരള യൂണിവേഴ്സിറ്റി VC-ആണ്. എന്തായാലും ആ സാഹചര്യത്തിൽ കൂടിയാണ് അവർ ഇന്നത്തെ കൺവെൻഷനിൽ പങ്കെടുക്കാത്തത്. കൺവെൻഷന് ശേഷം 2 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ തീരുമാനങ്ങളെല്ലാം വെച്ച് മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. SKN.